NH-66 ബൈപ്പാസ് അതിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇവിടെ ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത്. ഇതിന്റെ നിർമ്മാണ സമയത്ത് തന്നെ മണ്ണിടിഞ്ഞ് വലിയ ജനങ്ങൾക്ക് ഭീതി ഉണ്ടായതാണ്. അപ്പം അത് സമയത്ത് അതിന് ശേഷമാണ് ഇതിന്റെ കോൺക്രീറ്റ് ഭിത്തി പോലെ കെട്ടിയത്. അതും നിർമ്മാണം ശാസ്ത്രീയമായിട്ടല്ല എന്ന് ഈ പ്രദേശത്തുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്നേരം മുതൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഇതൊന്നും വകവെക്കുവാൻ NHAIയോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ എന്താണോ DPR, ആ DPRനനുസരിച്ചിട്ടുള്ള നിർമ്മാണങ്ങൾ നടക്കണം. ഇത് വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ DPRനനുസരിച്ചിട്ടുള്ള നിർമ്മാണമല്ല പല സ്ഥലത്തും നടന്നത് എന്ന് ബോധ്യമാകുന്നതാണ് ഇപ്പോൾ കാണുന്ന കാര്യം. ഇവിടെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ യോഗം ചേർന്നിട്ട് ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യം, ഇത് ജേർണലിസ്റ്റ് നഗർ മുതൽ തിരുത്തള്ളി വരെ ഉള്ള ഈ റോഡിൻ്റെ ഇരുവശത്തുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണം അതുകൂടി അത് ഉപേക്ഷിച്ചു എന്നുള്ള രൂപത്തിലാണ്. DPRനകത്ത് അതുണ്ട്, കൃത്യമായ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയപ്പോൾ അതിനകത്തുണ്ട്. പക്ഷേ അവിടെ 7 മീറ്റർ സ്ഥലം റോഡിന് വേണ്ടി, സർവീസ് റോഡിന് വേണ്ടി ഏറ്റെടുത്തിട്ടും സർവീസ് റോഡ് നിർമ്മിക്കുന്നില്ല എന്ന രൂപത്തിലാണ്. അപ്പോൾ അവർക്ക് ആദ്യമുള്ളത് എന്താണോ അതിനനുസരിച്ചല്ല നിർമ്മാണം. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ഇത് ചെയ്തു വെച്ചിട്ട് അതിനുശേഷം ഇത് തുറന്നു കൊടുത്ത് സ്ഥലം വിടാം എന്നുള്ളതാണെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരേറ്റെടുക്കും? ഇപ്പോൾ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള വഴിയില്ല. നിങ്ങൾ നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞാൽ മറുവശത്തുള്ള കുറേ ആളുകൾക്ക് എങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു മാർഗവും ഇല്ല. തങ്കേക്കുന്ന് ഭാഗത്ത് 5ഓളം വീട്ടിലെ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴി പോലുമില്ല. അപ്പോൾ ഏത് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിലവിൽ അനുഭവിക്കുന്ന സൗകര്യം കൂടി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയ നടത്തിക്കഴിഞ്ഞാൽ അത് ഒരുപാട് വർഷക്കാലം അതിനുശേഷമുള്ള ഇപ്പോൾ ഉള്ള അതിനുശേഷമുള്ള തലമുറയൊക്കെ തന്നെ ഇതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ഒരു വിദഗ്ധ സംഘം ഈ നിർമ്മാണം പരിശോധിക്കുക തന്നെ വേണം. ശാശ്വതമായി നിലനിൽക്കേണ്ടതാണ്. അതിനകത്ത് നിർമ്മാണത്തിൽ അപാകതയുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അന്തിമമായി വരുന്നതിന് മുമ്പായിട്ട് അത് പൊളിച്ചു മാറ്റിയിട്ട് നിർമ്മിക്കണമെങ്കിൽ ആ രൂപത്തിൽ ചെയ്യണം. അതല്ലാതെ ജനങ്ങളെ എല്ലാ കാലത്തും ഭീതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കൃത്യമായ പഠനം, ശാസ്ത്രീയമായ പഠനം. നമ്മൾ ദുരന്തങ്ങൾ ഉണ്ടായതിന് ശേഷം വന്നിട്ട് പരിതപിച്ചിട്ടോ സഹതപിച്ചിട്ടോ കാര്യമില്ല. അതിനുശേഷം ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായിക്കഴിഞ്ഞാൽ 5-10 ലക്ഷം രൂപ ധനസഹായം കൊടുത്തിട്ടും കാര്യമില്ല. ഇത് വരാതിരിക്കാൻ നോക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് ബാധ്യതയുണ്ട്. അത് നോക്കുകയാണ് വേണ്ടത്. ജനങ്ങൾ ഭീതിയിലാണ്. ആ ഭീതി അകറ്റാൻ ആവശ്യമായ നടപടികൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു ജോസ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലിന് സാക്ഷ്യം വഹിച്ചാണ്. അതെ. അപ്പോൾ അത് വലിയ തരത്തിൽ 2-3 വർഷമായിട്ട് മണ്ണിടിച്ചിൽ, അതായത് 3 വർഷമായിട്ട് മണ്ണിടിച്ചിലുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടിയ രീതിയിൽ ഒരു ഇടിച്ചിലുണ്ട്. അതിന് മുമ്പിലത്തെ വർഷം. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടു ഇത് വലിയ രീതിയിൽ പൊക്കിക്കെട്ടുന്നതൊക്കെ കണ്ടു. അതിൻ്റെ മുകളിൽ വാഹനം ഓടിക്കാൻ ഞാനും നിങ്ങൾ അടക്കം ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് അതൊക്കെ ഇടിഞ്ഞ് തകർന്ന് താഴേക്ക് താണു കിടക്കുകയാണ്. എങ്ങനെയാണ് ഒരു ആളുകൾ അല്ലെങ്കിൽ ഒരു വാഹനം ഈ ഒരു റോഡിലോട്ട് ഓടുക? ഒന്നാമത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഡ്രെയിനേജ് സംവിധാനം, മഴവെള്ളം പോകാനുള്ള ഒരു വഴി ഇവരുണ്ടാക്കുന്നില്ല. അതാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണം. 2 കൊല്ലം മുമ്പേ ആ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അവർ അടപ്പാതൊക്കെ റെഡിയാക്കുമെന്ന് പറഞ്ഞത് ഒന്നും ആയിട്ടില്ല. ഇവിടെയും അതേപോലെ ചെയ്യുമെന്ന് പറഞ്ഞത് ഒന്നും ചെയ്യുന്നില്ല. അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ നമ്മളുടെ വാക്ക് അവർ ഒരു വിലക്കും ഇല്ലാണ്ടാണ്. ദേശീയപാത അധികൃതർ ഒരു ധാർഷ്ട്യത്തിന്റെ രൂപത്തിലാണോ പെരുമാറുന്നത്? കോൺട്രാക്ടഡ്. ഇത് വിശ്വസമുദ്രന്റെ അവരും അങ്ങനെയാണ്. അതായത് അവർക്കെല്ലാം അറിയാം, നിങ്ങൾ ആരാ ചോദിക്കാന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അത് നമ്മൾ ചെയ്തോളും, നമുക്ക് പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഇതിൽ അവർ നമ്മൾ ചെയ്തു തരും എന്നാണ് അവർ പറയുന്നത്. നമുക്ക് കളക്ടറിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഇവിടെയുള്ള അതായത് സർക്കാരിൻ്റെയും സപ്പോർട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നില്ല. അല്ല, അവർക്ക് ഇവിടെ എങ്ങനെ റോഡ് പണിയണമെന്ന് ധൈര്യം അല്ല, എങ്ങനെ റോഡ് പണിയണമെന്ന് അവർക്ക് അറിയാമെന്ന് അവർ പറയുന്നില്ല. അതെ, അല്ല പണിയും. അപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് കളക്ടറും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണല്ലോ ഈ റോഡിന് അനുമതി കൊടുക്കുന്നത്. അതെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോട്, ഉദ്യോഗസ്ഥരായാലും എഞ്ചിനീയറിംഗ് ഇവരായാലും വിശ്വതന്ത്രരായാലും ഹൈവേൻ്റെ അവരായാലും ഇത് നമുക്ക് പേടി കൂടാണ്ട് സഞ്ചരിക്കാനുള്ള, ഇതിപ്പോൾ തുറന്നു കൊടുത്താലും ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സംഭവിക്കുകയാണെങ്കിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഒരു ആള് നടന്നു പോകുമ്പോ അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ കുട്ടികൾ കളിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഈ സമയത്തെല്ലാം കുട്ടികൾ ഉണ്ടാകൊണ്ടാണ് ഇവിടെ, വെക്കേഷന്റെ ടൈം അല്ലേ. ഇന്നിപ്പോ ഇത് കാരണം ആരും വിടുന്നില്ല ഇങ്ങോട്ട് കുട്ടികൾ.
അപ്പോൾ അതാണ് അവസ്ഥ. അതാണ് അപ്പോൾ പേടിയോടെയാണോ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്? നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന അതിലേക്ക് കൂടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാണ്. ഇപ്പോൾ അവിടെ മണ്ണിടിഞ്ഞകണുണ്ട്. അല്ല, ഇവർ ഇങ്ങനെ വലിയ മതിലിൻ്റെ സൈഡിൽ മണ്ണ് കൂട്ടി വെക്കുന്ന എന്തിനാണ്? അത് കുറച്ചാൾ ഇടിയാ. അപ്പോൾ അല്ല, ഇവർ പോയി കഴിഞ്ഞാൽ ഇടിയല്ലോ. അല്ല, ആ മണ്ണിപ്പോൾ അവിടെ അത് ഇരിക്കണ കൊണ്ടിട്ടാണ് ആ സൈഡ് ഇടിയാത്തത്. സപ്പോർട്ട് സപ്പോർട്ടാണ് അത്. അപ്പോൾ ഒരു എന്താ പറയുക, ജനങ്ങളെ പറ്റിക്കാനുള്ള ഇടുന്ന പദ്ധതി. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഭൂമിശാസ്ത്രം ഇവരെക്കാട്ടും നന്നായിട്ട് നിങ്ങളെ പോലെ നാട്ടുകാർക്ക് ചേടി മണ്ണാണെന്നുള്ള എല്ലാവർക്കും അറിയും. പക്ഷെ ഇവരോട് നമ്മൾ ആ സമയത്തേ പറയുന്നുണ്ട് നിങ്ങൾ കുഴിക്കരുത്. പക്ഷെ അവർ വെറും 2 ആഴ്ച കൊണ്ട് ഇത്രയും ഭാഗം ഇവരെടുത്ത് കഴിഞ്ഞു. രാത്രിയിൽ, പകലെടുക്കൂല, രാത്രിയിൽ 10-30 വണ്ടികൾ ഓടിയിട്ടാണ് ഇതിൽ കൂടി മണ്ണെടുത്ത് പോയത്.